നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ ലഹരി ആരോപണവുമായി നിർമ്മാതാവ്. ശ്രീനാഥ് ഭാസി അഭിനയിച്ച നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാറാണ് ശ്രീനാഥിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. കോഴിക്കോട് സിനിമാ സെറ്റിൽ വെച്ച് ശ്രീനാഥ് ഭാസി നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെടുമായിരുന്നു. ലഹരി എത്തിച്ചു നൽകാത്തതിന്റെ പേരിൽ 58 ദിവസം നടൻ സെറ്റിലെത്തിയില്ല. നടൻ സ്ഥിരമായി എത്താത്തതിനാൽ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും അടക്കം നീണ്ടുപോയിട്ടുണ്ടെന്നും ഹസീബ് ഫേസ്ബുക്കിൽ കുറിച്ചു. അലി അക്ബർ ഷായുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ മാത്രമല്ല ശ്രീനാഥ് ഭാസിക്കെതിരെയും നമ്മൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കേട്ടിരുന്നു. ഇപ്പോൾ ഇത് നിർമ്മാതാവ് ശരിവെക്കുകയാണല്ലേ? ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺകുമാർ. നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലഹരി ആരോപണവുമായാണ് സിനിമാ നിർമ്മാതാവായിട്ടുള്ള ഹസീബ് മലബാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഹസീബ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ശ്രീനാഥ് ഭാസിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ഭാസി അഭിനയിച്ച നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ നിർമ്മാതാവാണ് ഈ പറയുന്ന ഹസീബ് മലബാർ. ആ സിനിമയുടെ സെറ്റിൽ വെച്ച് കോഴിക്കോട് ഷൂട്ട് നടക്കുമ്പോൾ നിരന്തരമായി ശ്രീനാഥ് ഭാസി ലഹരി ആവശ്യപ്പെടാറുണ്ടായിരുന്നു എന്നാണ് ഹസീബ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഈ ലഹരി ലഭിക്കാതായതോടുകൂടി നടൻ സെറ്റിൽ വരാതായി. അങ്ങനെ 58 ദിവസമാണ് ശ്രീനാഥ് ഭാസി ലഹരി കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ സെറ്റിൽ വരാതെ മാറി നിന്നത്. ഇതുമൂലം ഷൂട്ടിംഗ് നീണ്ടുപോയി, ഡബ്ബിംഗ് നീണ്ടുപോയി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ശ്രീനാഥ് ഭാസി മൂലം ആ ഒരു സിനിമയിലൂടെ തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും ഹസീബ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. മറ്റു പല കേസുകളിലായി അന്വേഷണവും പരിശോധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ശ്രീനാഥ് ഭാസിക്കെതിരെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആ സിനിമയുടെ പേര് തന്നെയാണ് ഹസീബിന് ഈ ശ്രീനാഥ് ഭാസിയോടും പറയാനുള്ളത്. പോസ്റ്റിൽ അത് തന്നെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും, അതായത് നമുക്ക് കോടതിയിൽ കാണാം. അങ്ങനെ ഒരു വാണിംഗ് കൊടുത്തുകൊണ്ടാണ് എന്തായാലും ഹസീബിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. ഇപ്പോൾ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ നടക്കുന്നതിനിടയിൽ വീണ്ടും ഇത്തരത്തിലൊരു സിനിമാ നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്ന് തന്നെ തനിക്കെതിരെ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ ശ്രീനാഥ് ഭാസിക്ക് അത് വീണ്ടും കുരുക്കാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇനി എവിടെ പോയി നിൽക്കും, എന്തെല്ലാം ആരോപണങ്ങൾ പുറത്തു വരാനുണ്ട് എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അരുൺ, താങ്ക് യു. അലിയാണ് നമുക്കൊപ്പം ചേർന്ന്